നമസ്കാരം. മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതി മോഡൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതി മോഡൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. നിർമ്മിക്കുന്നത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ. വീടുകളുടെ നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. വീടുകൾക്ക് പുറമെ പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും തുടങ്ങി. മഴക്കാലത്തിന് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ പുഴ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. പാറകൾ പൊട്ടിക്കുന്നതിനുള്ള വലിയ യന്ത്രങ്ങൾ ഉൾപ്പെടെ സാമഗ്രികൾ നാളെ എത്തിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി ഇറക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അനധികൃത പ്രവർത്തനം ബത്തേരി പട്ടരുവടിയിൽ. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി വേതനം ലഭിക്കുന്നില്ല. തൊഴിലാളികൾക്ക് അവസാനമായി വേതനം ലഭിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ. കൂലീനത്തിൽ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കാനുള്ളത് 1 കോടിയോളം രൂപ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിയിലെ മോഡൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. മോഡൽ വീടുകളുടെ നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. വീടുകൾക്ക് പുറമെ പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും തുടങ്ങി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് സൈറ്റ് ലീഡർ കുമാരൻ പറഞ്ഞു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയിലെ ആദ്യ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. മാതൃകാ വീട് എന്ന നിലയ്ക്ക് വളരെ വേഗത്തിൽ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. വീടുകൾക്ക് പുറമെ അംഗൻവാടി, പൊതുമാർക്കറ്റ്, മാതൃകാ ആശുപത്രി എന്നിവയുടെ പ്രവർത്തനവും വൈകാതെ ആരംഭിക്കും. ടൗൺഷിപ്പ് പദ്ധതിയിലെ DPR തയ്യാറാക്കുന്നതോടെ 4 ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുക. ജൂൺ മാസത്തിൽ കാലവർഷം ആരംഭിക്കുന്നതിനാൽ തന്നെ വളരെ വേഗത്തിൽ പ്രവൃത്തി നടത്തും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുനരധിവാസ പദ്ധതി എന്ന നിലയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ഊരാളുങ്കൽ സൈറ്റ് ലീഡർ കുമാരൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മളെ സൊസൈറ്റീനെ ഏൽപ്പിച്ച വർക്ക് എത്രയും നേരത്തെ തന്നെ നല്ല വൃത്തിയോടുകൂടി നല്ല ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ. അതാണ് ഞങ്ങളെ എപ്പോഴും സൊസൈറ്റി എന്ന് വെച്ചാൽ പറഞ്ഞ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് ഇതാവുള്ളൂ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മഴക്കാലത്തിന് മുമ്പ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ പുഴ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. വലിയ പാറകൾ ഉൾപ്പെടെ പൊട്ടിച്ച് പുഴയ്ക്ക് ഇരുവശവും സ്ഥാപിക്കും. പാറകൾ പൊട്ടിക്കുന്നതിനുള്ള വലിയ യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നാളെ എത്തും. മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള ഭാഗത്താണ് പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുക. വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിച്ച് ചൂരൽമലയിലൂടെ ഒഴുകിയിരുന്ന പുന്നപ്പുഴ സുന്ദരമായിരുന്നു. ആ പുഴയുടെ വീണ്ടെടുപ്പിനാണ് ശ്രമിക്കുന്നത്. നേരത്തെ ഒഴുകിയിരുന്നതിനും 10 മടങ്ങ് വലിപ്പമാണ് ഇപ്പോൾ പുഴയ്ക്കുള്ളത്. എന്നാൽ ഇങ്ങനെ പരന്നു കിടന്നാൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടേക്കാം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പുഴയ്ക്ക് നിശ്ചിത വീതി കണക്കാക്കി പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനായി തെറിച്ചു കിടക്കുന്ന കല്ലുകൾ ഉൾപ്പെടെ പൊട്ടിച്ച് പുഴയ്ക്ക് ഇരുവശത്തും സ്ഥാപിക്കും. വലിയ യന്ത്രങ്ങൾ തന്നെ ഇതിന് ആവശ്യമാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ നാളെ ചൂരൽമലയിലെത്തും. അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കാനാണ് നീക്കം. മഴ ആരംഭിക്കാൻ ഇനി 1.5 മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിയിറക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. സുൽത്താൻ ബത്തേരി പട്ടരുപടിയിലാണ് അനധികൃത പ്രവർത്തനം നടക്കുന്നതെന്നാണ് ആരോപണമുയരുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. സുൽത്താൻ ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന പാതയിൽ പട്ടരുപടിയിലാണ് അനധികൃതമായി ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിയിറക്കുന്നതായി ആരോപണമുയരുന്നത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ചുറ്റും കെട്ടിമറച്ച നിലയിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിയിറക്കുന്നത്. ഇവിടേക്ക് വലിയ ലോറിയിൽ വാണിജ്യാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ച് ചെറിയ വാഹനങ്ങളിലേക്ക് മാറ്റിക്കയറ്റി വിതരണം നടത്തുകയാണെന്ന് സമീപവാസികൾ പറയുന്നു.
യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ നിയമങ്ങളോ മാനദണ്ഡങ്ങളോ പാലിക്കാതെയുമാണ് ഇത്തരം പ്രവർത്തനം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ഗ്യാസ് ഏജൻസിൻ്റെ ഏജൻസി എടുത്തിട്ടുണ്ട്. അതിന് എണ്ണ കമ്പനി അനുവദിച്ചിട്ടുള്ള ഗോഡൗൺ ബീനാച്ചി പരിസരത്ത് എവിടെയാണ്. പക്ഷേ ഈ മാർച്ച് പകുതിയോടുകൂടി അനധികൃതമായി അയാളുടെ ഉടമസ്ഥതയിലുള്ള ഞങ്ങളൊക്കെ തൊട്ടടുത്ത് 10 സെൻറ്റ് 5 സെൻറ്റ് വീട് വെച്ച് താമസിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവും വളരെ അടുത്തുള്ള ഈ 10 സെൻറ്റ് സ്ഥലത്ത് അയാൾ വേലി കെട്ടി മറിച്ച് അതിൽ ഗ്യാസ് വലിയ വണ്ടികളിൽ കൊണ്ടുവന്ന് ആഴ്ചകളോളം നിർത്തി അതിൽ നിന്ന് ഡെലിവറി വാനിലേക്ക് മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ യാർഡിന് ഇയാളുടെ മുനിസിപ്പാലിറ്റിയുടെയോ എണ്ണ കമ്പനിയുടെയോ അംഗീകാരമില്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളത്. പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷണം നടത്തി തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ബത്തേരി പാട്ടവയൽ അന്തർസംസ്ഥാന പാതയോരത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കയറ്റിറക്ക് നടക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണം ജനശബ്ദത്തിലൂടെ. ഞങ്ങൾ ഈ അയൽവാസികളാണ്. ഞങ്ങളോട് ഒരു കാര്യങ്ങളും ഇവർ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ ഈ സംരംഭം ഇവർ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് അയൽവാസികളായ ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. രാത്രി 10 മണി വരെ ലോഡ് വണ്ടി കയറ്റി പോകാറുണ്ട്. ലോഡ് കൊണ്ടുവന്ന് രാത്രി മുഴുവനും ലോഡ് വണ്ടി ഇവിടെ നിർത്താറുമുണ്ട്. പിന്നെ രാവിലെ 5 മണിക്ക് ശേഷവും സിലിണ്ടർ കയറ്റി പോകാറുണ്ട്. ലോഡ് വണ്ടി നിർത്തുന്നത് ഇവിടെയാണ്. ഞങ്ങൾ അയൽവാസികൾക്ക് ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അയൽവാസികളാണ്. ഞങ്ങളുടെ ജീവനും സ്വത്തും എന്തെങ്കിലും ചെയ്തു തരണം. ഈ ഗ്യാസ് നിർത്തി ഇവിടെ ഈ ലോഡ് ചെയ്യുന്നതുകൊണ്ട് തൊട്ട് ചേർന്ന് തന്നെ കോളേജുണ്ട്. BEd കോളേജ് തൊട്ട് ചേർന്ന് തന്നെ അവിടെ ഞങ്ങൾ അയൽവാസികളായിട്ട് തന്നെ 10-30 വീട്ടുകാർ ചേർന്ന് താമസിക്കുന്നുണ്ട്. കോൺവെൻ്റ് ഉണ്ട്, കോൺവെൻ്റ് ഹോസ്റ്റലുണ്ട്, അത് ബസ് സ്റ്റോപ്പുണ്ട്, അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് തൊട്ടടുത്ത് ഒരു 50 മീറ്ററിനുള്ളിലൊക്കെയാണ് കൂടുതൽ കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. അവിടെയാണ് ഇവർ കൊണ്ടുവന്നിട്ട് ഈ ലോഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നത്. രാത്രി 10-10:30 വരെ മറ്റുള്ള അടുത്തുള്ള കുട്ടികൾക്കൊന്നും കിടന്നു നോക്കാൻ പറ്റില്ല. ഭയങ്കര സൗണ്ടും മുഴക്കതൊക്കെയാണ്. സ്ഥലത്ത് ശശികുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവർ വലിയ കൊമേഴ്സ്യൽ സിലിണ്ടർ, വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ സിലിണ്ടറാണ് ഇവിടെ വലിയ ട്രക്കിൽ വന്നുകൊണ്ട് നിർത്തുകയും രാത്രി സമയങ്ങളിൽ വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചെറിയ കുട്ടികൾ വരെ നെറ്റി ഉണരുന്നൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഈ വലിയ ട്രക്കിൽ കൊടുന്ന് വലിയ സിലിണ്ടർ കൊടുന്ന് ചെറിയ വണ്ടിയിലേക്ക് അവർ മാറ്റി കയറ്റുകയും സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയും ഒരു ലൈസൻസോ അല്ലെങ്കിൽ ഇതിന് പെട്ട നിയമത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിൽ കൂടെ നിന്ന് ഒന്നും ചെയ്യാതെ അനധികൃതമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും അധികാരികൾ, വേണ്ടപ്പെട്ട ഭരണാധികാരികൾ ഇത് ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണിയാമ്പറ്റ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി വേതനം ലഭിച്ചില്ലെന്ന് പരാതി. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനമാണ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചത്. വിഷുവിന് വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും ലഭിച്ചില്ല. പഞ്ചായത്തിന് 1 കോടിയോളം രൂപയാണ് കൂലി ഇനത്തിൽ ലഭിക്കാനുള്ളത്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി വേതനം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആദിവാസി വനിതകൾ ഉൾപ്പെടെയുള്ളവർ വിഷുവിന് ഏതെങ്കിലും വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ പ്രതീക്ഷയും അസ്തമിച്ചതോടെ പഞ്ചായത്ത് ഓഫീസിലും ബാങ്കിലും കയറിയിറങ്ങി മടുത്തു എന്ന് തൊഴിലാളികൾ പറയുന്നു. കയ്യിലൊന്നും ഒരു 10 പൈസ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വിഷു ഇപ്രാവശ്യം ആഘോഷിച്ചിട്ടില്ല. ഒരു മോളെ കല്യാണം കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് പിന്നെ 10,000 പിന്നെ എല്ലാം കടം വാങ്ങിച്ചാണ് പിന്നെ കല്യാണം നടത്തിയത്. ഇനി അത് ഈ പൈസ കിട്ടുവാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം. എല്ലാം കടമാണ്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖലയിൽ കൂലി ഇനത്തിൽ തന്നെ കഴിഞ്ഞ ഡിസംബർ മുതലുള്ള എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 1 കോടി രൂപയോളം കൂലി ഇനത്തിൽ തന്നെ നൽകാനായിട്ടുണ്ട്. 1 രൂപ പോലും ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ആളുകൾ നിരന്തരം പഞ്ചായത്തിൽ കയറി ഇറങ്ങുകയാണ്. ഇപ്പോൾ ഈ വിഷുവിന് പോലും സാധാരണക്കാരായ പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് വിഷു ആഘോഷിക്കാൻ പോലും 1 രൂപ കയ്യില്ലാത്ത അവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത്. അതുമാത്രമല്ല, പട്ടികവർഗ മേഖലയിൽ 200ഓളം തൊഴിൽ ദിനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ ഏകദേശം 50-ന് മുകളിൽ ആളുകൾ 200 പണി തികച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൂലി ലഭിക്കാത്തതുകൊണ്ട് തന്നെ 20ഓളം ആളുകൾ മാത്രമാണ് 200 തൊഴിൽ ദിനങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ ഉള്ളത്.
മറ്റു ജോലികൾ വളരെ കുറവായതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി ആശ്രയിക്കുന്നത് തൊഴിലുറപ്പ് ജോലിയെയാണ്. എന്നാൽ വേതനം ലഭിക്കാതായതോടെ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. വീണ്ടും വാർത്തകളിലേക്ക്. വീട് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണം തറയിലൊതുക്കി മുങ്ങി. അന്തിയുറങ്ങാനിടമില്ലാതായതോടെ 5 അംഗ ഗോത്രകുടുംബം മറ്റൊരു ഊരിലേക്ക് താമസം മാറ്റി. നൂൽപ്പുഴ പന്തംകൊല്ലി പണിയൂരിലെ വാസുവും കുടുംബവുമാണ് മുണ്ടക്കൊല്ലിയിലെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റിയത്. 3 വർഷം മുമ്പാണ് ചീരാൽ സ്വദേശിയായ കരാറുകാരൻ വീട് നിർമ്മാണം ഏറ്റെടുത്തത്. 2021 വാസുവിന്റെ ഭാര്യ ശാലിനിക്ക് വീട് അനുവദിച്ചത്. തുടർന്ന് ചീരാൽ സ്വദേശിയായ കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ ഉണ്ടായിരുന്ന കുടിൽ പൊളിച്ചുമാറ്റി കരാറുകാരൻ തറ നിർമ്മാണം പൂർത്തിയാക്കി. ഇതിനായി ഭിത്തി നിർമ്മാണം വരെയുള്ള 2 ഗഡു തുകയും കൈപ്പറ്റി. പിന്നീട് ഇതുവഴി കരാറുകാരൻ വന്നിട്ടില്ലെന്ന് ഊരുനിവാസികൾ ആരോപിക്കുന്നു. പണി കെട്ടിട്ട് ഇപ്പൊ അവരവിടെ താമസം ഇരിക്കുന്നില്ല. അവരെ വേറെ സ്ഥലത്ത് പോയി നിൽക്കാം. ആവശ്യം നമ്മുടെ പിന്നെ ഇവിടെ ഒരു വീടിൽ അവരെ നിൽക്കാനും പറ്റില്ല. അവനെ കണ്ട് വേറെ പുറത്ത് പോയി നിൽക്കല. വീട് കെട്ടാണ്. ഇതോടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതായ വാസുവും ഭാര്യ ശാലിനിയും 3 വിദ്യാർത്ഥികളായ മക്കളുമടക്കം കുടുംബം ശാലിനിയുടെ മുണ്ടക്കൊല്ലിയിലെ വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രൈബൽ വകുപ്പ് അടക്കം അടിയന്തര ഇടപെടൽ നടത്തി വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗത ഭീഷണിയാകുന്നതായി പരാതി. വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. മാസങ്ങൾക്ക് മുൻപ് വീതി കൂട്ടി നവീകരിച്ചെങ്കിലും വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തതാണ് മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിനെ അപകടക്കെണിയാക്കി മാറ്റുന്നത്. റോഡ് നവീകരിച്ചതിനു ശേഷം 10ലേറെ അപകടങ്ങളാണ് ഉണ്ടായത്. ചെറ്റപ്പാലം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ അഗ്നിരക്ഷാ നിലയം വരെയുള്ള 1/2 കിലോമീറ്ററോളം ഭാഗം വലിയ അപകട മേഖലയായി മാറിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ 2 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. അമിത വേഗതയാണ് ഭയങ്കര അപകടത്തിന് കാരണം. പല തവണയായിട്ട് ഇവിടെ ഭയങ്കര അപകടം ഉണ്ടായിരുന്നു ഈ റോഡിൽ. ഒന്നിന് സ്റ്റോപ്പ് ബോർഡ് വെക്കണം, നിർബന്ധമായിട്ട് അത് വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നാട്ടുകാരായ എനിക്ക് പറയുന്നത് ഭയങ്കര അപകടമാണ് അവിടെ. ഇനിഞ്ഞാന്നും കൂടി ഒരു വണ്ടി തട്ടിയിട്ട് പെണ്ണുങ്ങളെയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനിഞ്ഞാന്നും കൂടെ അതിനിടയ്ക്ക് ഒരു വണ്ടി മറിഞ്ഞ് ഒരാൾ കണ്ടില്ല ഇവിടെ പറഞ്ഞു. അമിത വേഗതയായിട്ട് അത് പോയത്, പോലീസ് വണ്ടി കണ്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പം നാട്ടുകാരും പൊതുജനങ്ങളാരും ഒന്നും പറയുന്നില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എന്തെങ്കിലും പെടുന്ന ഒരു തീരുമാനമാക്കണം. കഴിഞ്ഞ ഞായറാഴ്ച അഗ്നിരക്ഷാ നിലയത്തിന് സമീപമുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു. ചെറ്റപ്പാലം ബൈപ്പാസ് ജംഗ്ഷന് സമീപം വാഹനമിടിച്ച സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1 മാസം മുൻപാണ് വള്ളിയൂർക്കാവ് ജംഗ്ഷന് സമീപമുള്ള ആൽത്തറയിൽ പോലീസ് വാഹനമിടിച്ച വഴിയോര കച്ചവടക്കാരൻ മരിച്ചത്. പ്രധാന റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ജംഗ്ഷന് സമീപം തെറ്റായ ദിശയിലൂടെ ചെറ്റപ്പാലം ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്നത് മിക്കപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട്. വളവുകൾക്കൊപ്പം വാഹനങ്ങളുടെ അമിത വേഗതയും അപകട സാധ്യത കൂട്ടുന്നു. ബസ് സ്റ്റോപ്പ് ഇല്ലാതിരുന്നിട്ടും ജംഗ്ഷന് സമീപം ബസ്സുകൾ ആളുകളെ ഇറക്കുന്നതും കയറ്റുന്നതുമെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മലനാട് ന്യൂസ്, മാനന്തവാടി. കൽപ്പറ്റ ഡീപ്പോൾ സ്കൂളിന് സമീപത്തെ ഇരുമ്പ് പാലം അപകടാവസ്ഥയിൽ. പാലത്തിൻ്റെ കൈവരികൾ തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. ദേശീയപാതയിലെ വീതി കുറഞ്ഞ പാലം വാഹന അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കാൽനട യാത്രക്കാരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ എത്തിയാൽ മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൽപ്പറ്റ ഡീപ്പോൾ സ്കൂളിന് സമീപത്തെ ഇരുമ്പ് പാലത്തിന്റെ കൈവരി തകർന്ന് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. വീതി കുറഞ്ഞ പാലത്തിലൂടെ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരേ സമയം ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ മാറി നിൽക്കാൻ പോലും സ്ഥലമില്ല. കൈവരി മാത്രമല്ല, പാലത്തിന് തന്നെ ബലക്ഷയം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാലം വളരെ അവസ്ഥയിലുള്ള ഇരുമ്പ് പാലം എന്ന് നമ്മൾ പറയപ്പെടുന്ന ഇപ്പോഴത്തെ കോൺക്രീറ്റ് പാലം 1947-48 കാലഘട്ടത്തിലാണ് നമ്മളെ പഴയ ഇരുമ്പ് പാലം തകർന്നത്. ഇപ്പോഴത്തെ ഇതിലൊരു തകർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പേച്ചപ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും വയനാടിന് തന്നെ സമ്പദ് വ്യവസ്ഥ മാറാൻ പോകുന്നതെന്നുള്ളൊരു വലിയ വിഷയമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 1947 തകർന്ന ഇരുമ്പ് പാലത്തിന് പകരമായാണ് ഇവിടെ പാലം നിർമ്മിച്ചത്. പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും പുതിയ പാലം നിർമ്മിക്കാൻ മാത്രം നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിനോട് ചേർന്ന് കാൽനടയാത്രക്കാർക്കായി നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
മലനാട് ന്യൂസ്, കൽപ്പറ്റ. വാർത്തകളിലേക്ക് വീണ്ടും. പാൽവെളിച്ചം ചാലികതയിൽ കൃഷി നശിപ്പിച്ച് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത് ഫെൻസിംഗ് തകർത്ത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പരിഹാര നടപടികളിലെന്ന് നാട്ടുകാർ. ഫെൻസിംഗ് സ്ഥാപിച്ചതിലും അപാകതയുണ്ടെന്ന് ആക്ഷേപം. മാനന്തവാടി നഗരസഭ 13-ാം വാർഡിൽ പാൽവെളിച്ചം ചാലികതയിൽ പാപ്പിനശ്ശേരി ടിജിയുടെ കൃഷിയിടത്തിലെ വിളകളാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചത്. പ്രദേശത്തെ റോപ്പ് ഫെൻസിംഗ് തകർത്ത് കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തുകയായിരുന്നു. 50ഓളം വാഴയും 50ഓളം കാപ്പിയും കാട്ടാന നശിപ്പിച്ച നിലയിലാണ്. കൃഷിയിടത്തിലെ ഒരു മാവും പൂർണ്ണമായും നശിപ്പിച്ചു. പ്ലാവിൽ നിന്ന് മൂപ്പെത്താത്ത ചക്കകളും പറിച്ചിട്ടിട്ടുണ്ട്. കൃഷിയിടത്തിൽ ജലവിതരണത്തിന് സ്ഥാപിച്ച പൈപ്പുകളും ചവിട്ടി നശിപ്പിച്ച നിലയിലാണ്. വനംവകുപ്പ് അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. റോപ്പ് ഫെൻസിങ് വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ പറമ്പിൽ ആന ഇറങ്ങുന്നത്. ആദ്യം ഒന്ന് ഇറങ്ങി കുറേ വാഴയും കുറച്ച് കാപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്നലെ രാത്രി വന്ന് കൂട്ടമായി ആനയാണെന്ന് തോന്നുന്നു വന്നിട്ട് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാവിൻ്റെ കൊമ്പ് വലിച്ചൊടിച്ചു, കാപ്പികൾ നന്നായിട്ട് തകർത്തിട്ടുണ്ട്. നമുക്കിനി വയലിൽ കൃഷി ചെയ്യാം, അതുപോലെ നമ്മുടെ പറമ്പുകളിൽ കൃഷി ചെയ്യാമെന്നൊക്കെ പിന്നെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഈ 2 രാത്രി കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമത്തിലേക്കാണ് ആക്കിയത്. ഇതിൽ നന്നായിട്ട് അന്വേഷണം വേണം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം ചെയ്തത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുറ്റക്കാർക്കെതിരെ നല്ല നിയമ നടപടികളുമായി പോകണമെന്ന് തന്നെയാണിത്. നമ്മൾ പിന്നെ ഈ ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭമായി തന്നെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ മറ്റു കർഷകരുടെ കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. പാപ്പിനിശ്ശേരിയിൽ തോമസ്, ഒഴുകയിൽ നിർമ്മല, തൊട്ടിയിൽ രവി എന്നിവരുടെ കവുങ്ങ്, വാഴ, കാപ്പി തുടങ്ങിയ കാർഷിക വിളകളാണ് ആന നശിപ്പിച്ചത്. കർഷകർ ആവശ്യപ്പെട്ടിട്ടും പ്രദേശം സന്ദർശിക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് സുൽത്താൻ ബത്തേരിയിലെ ഹാപ്പിനെസ് ഫെസ്റ്റ്. കാർണിവൽ ഗ്രൗണ്ടിൽ 500 അടി നീളത്തിൽ തീർത്ത ഗ്ലാസ് തുരങ്കത്തിന് മുകളിൽ കടൽവെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന കടൽമീനുകളുടെ മായക്കാഴ്ചയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശക്കാഴ്ച കാണാനുള്ള പ്ലാനറ്റോറിയം അടക്കമുള്ളവയാണ് ഫെസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത്. കൂടാതെ എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികളും കാഴ്ചക്കാരുടെ മനം കവരുകയാണ്. സുൽത്താൻ ബത്തേരി നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ഒരുക്കിയിരിക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റാണ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. 500 അടി നീളത്തിൽ തീർത്ത ഗ്ലാസ് തുരങ്കത്തിന് മുകളിൽ കടൽ വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന കടൽമീനുകളുടെ മായാക്കാഴ്ച, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശക്കാഴ്ച കാണുവാനുള്ള പ്ലാനറ്റോറിയം, 10,000 ചതുരശ്ര മീറ്ററിൽ വർണ്ണമനോഹരമായ ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക്, ആനിമൽ, വാണിജ്യ വ്യവസായ സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുമെല്ലാം കണ്ണിറയെ കണ്ട് ആസ്വദിച്ചുമാണ് ഇവിടെ എത്തുന്നവർ മടങ്ങുന്നത്. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഒരു ഹാപ്പി ഫെസ്റ്റ് വളരെ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമാണ്. കാരണം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്നുള്ളത് മത്സ്യങ്ങളുടെ ഒരു പ്രദർശനം തന്നെയാണ്. നമുക്കറിയാം വയനാട്ടിൽ കടലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കടലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മത്സ്യസമ്പത്ത് ഇതിനെയൊക്കെ കുറിച്ച് വയനാട്ടുകാർ അജ്ഞരാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ എല്ലാതരം മത്സ്യങ്ങൾ, വ്യത്യസ്ത തരം മത്സ്യങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മത്സ്യങ്ങൾ പോലും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാർക്കുകൾ, മറ്റു കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തത പുലർത്തുന്നു. കാരണം എനിക്ക് തോന്നുന്നത് സുൽത്താൻ ബത്തേരിയൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ ഒരു സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി നടത്താം എന്നുള്ളത് ഇപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഇതോടുകൂടി ഇനിയും ഇതുപോലുള്ള ഫെസ്റ്റുകൾ, കാരണം അത്രയേറെ വിജയപ്രദമാണ് ഈ ഒരു പരിപാടി. കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത താരങ്ങൾ അണിനിരക്കുന്ന മെഗാ സ്റ്റേജ് ഷോയും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രവേശന ഫീസായ 100 രൂപ മുടക്കിയാൽ അമ്യൂസ്മെന്റ് പാർക്ക് ഒഴികെയുള്ള മറ്റെല്ലാം സൗജന്യമായി കാണാമെന്നതും സുൽത്താൻ ബത്തേരി ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. ഫസ്റ്റ് 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും 10,000-ങ്ങളാണ് കാർണിവൽ ഗ്രൗണ്ടിലെത്തി കാഴ്ചകൾ കണ്ടും കലാപരിപാടികൾ ആസ്വദിച്ചും മടങ്ങിയത്. മലനാട് ന്യൂസ്, ബത്തേരി. ഈ അവധിക്കാലത്ത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഹാപ്പിയാക്കുകയാണ് ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബും സുൽത്താൻ ബത്തേരി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ്. അക്വാടണലും പക്ഷിമൃഗാദികളും വിവിധ റൈഡുകളും വൈവിധ്യമാർന്ന കലാസന്ധ്യയും എല്ലാം ഒരുക്കിയാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യുന്നത്. അവധിക്കാലം ആസ്വദിക്കാൻ ഇനിയൊരു ആലോചന വേണ്ട. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് വരെയൊന്ന് പോയാൽ മതി. പ്രായഭേദമന്യേ എല്ലാവരെയും ഫെസ്റ്റ് ഹാപ്പിയാക്കും.
വയനാടിന്റെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബത്തേരി നഗരസഭയും ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ഫെസ്റ്റ് നടത്തുന്നത്. സ്വാഭാവികമായും ആ വൃത്തിയുടെ നഗരം മറ്റൊരു മാതൃക മലയാളിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് സന്തോഷ നഗരത്തിൻ്റെയാണ്. ഹാപ്പിനെസ് ഫെസ്റ്റാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഈ ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പുസ്തകശാലകൾ, ഫാൻസി ഐറ്റംസ്, ഫുഡ് കോർണർ തുടങ്ങി വൈവിധ്യമാർന്ന സ്റ്റാളുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. രാത്രി 9 മണിയാകുമ്പോഴേ ടൗണുകളെല്ലാം അടയുന്നു. വ്യാപാരികൾക്ക് കച്ചവടം കുറവ്, ജനങ്ങൾ ടൗണിലേക്ക് വരുന്നില്ല എന്ന പ്രശ്നം മൂലം ജനങ്ങളെ ടൗണിലെത്തിക്കുക, അതോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരുടെ സന്തോഷ സൂചിക ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഹാപ്പി ഹാപ്പി ബത്തേരി എന്ന പ്രോജക്റ്റ് സുൽത്താൻ ബത്തേരി നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ളത്. ദിവസവും പൊതുജനങ്ങൾക്കൊപ്പം നിരവധി പ്രമുഖരാണ് സ്റ്റാളുകൾ സന്ദർശിക്കാൻ എത്തുന്നത്. ആദ്യമായിട്ട് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു വൃത്തിയുള്ള നഗരം എന്ന ഒരു പേര് കേട്ടത് എത്രത്തോളം പ്രാവർത്തികമാണ് നമുക്കറിയില്ലല്ലോ. പക്ഷേ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഒരു അത്രയധികം ഒന്നും ഒരു ഇതില്ലാതെ തന്നെ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നുണ്ടെന്നുള്ള വലിയ കാര്യമാണ്. ഏറ്റവും ആകർഷണീയമാണ് വൈവിധ്യമാർന്ന പക്ഷികളുടെ പ്രദർശനം. ഒപ്പം വൈവിധ്യമാർന്ന മത്സ്യങ്ങളുടെ പ്രദർശനവുമായുള്ള അക്വാ ടണലും കാണേണ്ട കാഴ്ച തന്നെ. ആർത്തുല്ലസിക്കാൻ വിവിധ റൈഡുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 30 തുടങ്ങിയ ഫെസ്റ്റ് സംഘാടന മികവ് കൊണ്ടുകൂടി മികച്ചു നിൽക്കുന്നതാണ്. ഈ മാസം 20 ഫെസ്റ്റിന് സമാപനമാകും. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്. ഇനി ബിസിനസ് മലനാട്. വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും വിപുലമായ ശേഖരവുമായി സുൽത്താൻ ബത്തേരിയിൽ ടൈം ഗാലറി പ്രവർത്തനം ആരംഭിച്ചു. WMO സ്കൂൾ റോഡിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ടൈം ഗാലറിയുടെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ LC പൗലോസ്, ടൈം ഗാലറി ഷോപ്പ് ഉടമസ്ഥരായ പ്രഭാകരൻ നായർ, സജീഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PY മത്തായി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി യൂനസ് ചേനക്കൽ, വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കുമാർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുള്ളവർ സംബന്ധിച്ചു. രാജ്യത്തെയും വിദേശത്തെയും പ്രമുഖ വാച്ച്, ക്ലോക്ക് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാൻ ടൈം ഗാലറിയിൽ ഉപഭോക്താക്കൾക്ക് സൗകര്യമുണ്ട്. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 435, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 263, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 710, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 700, നേന്ത്രക്കായ് കിലോയ്ക്ക് 46, ഇഞ്ചി ചാക്കിന് 1450, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 178, സ്വർണം പവന് 70,520, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതി മോഡൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങി. നിർമ്മിക്കുന്നത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ. വീടുകളുടെ നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. വീടുകൾക്ക് പുറമെ പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും തുടങ്ങി. മഴക്കാലത്തിന് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ പുഴ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. പാറകൾ പൊട്ടിക്കുന്നതിനുള്ള വലിയ യന്ത്രങ്ങൾ ഉൾപ്പെടെ സാമഗ്രികൾ നാളെ എത്തിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി ഇറക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അനധികൃത പ്രവർത്തനം ബത്തേരി പട്ടരുവടിയിൽ. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി വേതനം ലഭിക്കുന്നില്ല. തൊഴിലാളികൾക്ക് അവസാനമായി വേതനം ലഭിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ. കൂലീനത്തിൽ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കാനുള്ളത് 1 കോടിയോളം രൂപ.